അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ, ഈമാനുള്ള ജീവിതം നൽകട്ടെ, ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന കൂട്ടത്തിൽ പെടുത്തട്ടെ. ഞാനിപ്പോൾ പറയുന്നത് സ്നേഹം കിട്ടാനുള്ള ഒരു ഖുർആനിലെ സൂറത്താണ്. ഇന്ന് പല ആളുകൾക്കും കിട്ടാത്തതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആയ ഒരു കാര്യമാണ് സ്നേഹം എന്നുള്ളത്. എല്ലാവർക്കും ഇന്ന് വേണ്ടതും സ്നേഹമാണ്. നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തതും അത് തന്നെയാണ്. സ്നേഹം എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. സ്നേഹം പൈസ കൊടുത്താൽ കിട്ടൂല. സ്നേഹം അത് വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നവർക്ക് ആണ് സ്നേഹം ഉണ്ടാവുക. ഇന്ന് നമ്മൾ സ്വന്തം നമ്മുടെ വീട്ടിൽ തന്നെ ഉമ്മയും ഉപ്പയും, മാതാപിതാക്കളും മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും ജ്യേഷ്ഠാനുജന്മാരും അയൽവാസികളും കുടുംബാദികൾ നാട്ടുകാർ പലരുമായിട്ട് സ്നേഹബന്ധത്തിലല്ല. തെറ്റി നടക്കുന്ന, മിണ്ടാതെ നടക്കുന്ന, ലോകം പറയാത്ത, പോവാത്ത, വിളിക്കാത്ത ഒരുപാട് കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കെല്ലാവർക്കും സ്നേഹമാണല്ലോ വേണ്ടത്. ഇപ്പം ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാഞ്ഞാൽ, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കാതിരുന്നാൽ അവർ തമ്മിൽ പിന്നീട് പ്രശ്നങ്ങളാകും. ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠത്തികൾ, അനിയത്തികൾ തമ്മിൽ സ്നേഹം കിട്ടാതിരുന്നാൽ, സ്നേഹം കൊടുക്കാതിരുന്നാൽ ആ ജീവിതം വല്ലാത്ത ടെൻഷനിലാകും. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ സഹായങ്ങൾ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമായിരുന്നു, പരസ്പരം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം നൽകുമായിരുന്നു. ഇന്നങ്ങനെയല്ല. എന്തെങ്കിലും കിട്ടുന്നവർക്ക് മാത്രമാണ് സ്നേഹം കൊടുക്കുന്നത്. എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് മാത്രമാണ് സ്നേഹം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട്, അത് സാമ്പത്തികമായോ ശാരീരികമായോ ആഗ്രഹിച്ചിട്ടുമാണ് സ്നേഹം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സ്നേഹം സ്ഥിരമല്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്നേഹം, അതാണ് നമുക്ക് കിട്ടേണ്ടത്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ സമ്പത്തുള്ള ആളാണോ, കറുത്തവനാണോ, വെളുത്തവനാണോ, കച്ചവടമുള്ള ആളാണോ, നല്ല വീടാണോ, സൗന്ദര്യമുള്ളവനാണോ, വാഹനമുള്ളവനാണോ, ബിസിനസ്സുകാരനാണോ, പൈസക്കാരനാണോ, ഇങ്ങനൊന്നും ചിന്തിക്കാതെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടേണ്ട അതാണ് ശരിയായ സ്നേഹം. ആ സ്നേഹം നമുക്ക് കിട്ടണം. അതിനുള്ള ഒരു വഴിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെ ഖുർആനിൽ 114 സൂറത്തുകൾ ഉള്ളതിൽ അതിൽ മൂന്നാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും. ഈ ഇഖ്ലാസ് സൂറത്ത് പതിവാക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും കൂടുതൽ സമയത്തും ഇത് ഓതിക്കൊണ്ടിരിക്കുക. നിയ്യത്ത് നന്നാക്കുക. എൻ്റെ മനസ്സ് ശുദ്ധമാവണം, എനിക്കുള്ള ഷർറുകൾ നീങ്ങിപ്പോകണം, എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ മക്കളും എൻ്റെ അയൽവാസികളും എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സുകളും എന്നെ സ്നേഹിക്കണം, ഞാൻ അവരെയും സ്നേഹിക്കണം എന്ന നിയ്യത്തോടു കൂടി ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുമ്പോൾ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു 11 വട്ടം പതിവാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ ഒഴിവുള്ള സമയങ്ങളിൽ മഗ്‌രിബിന് ശേഷം, സുബ്ഹിക്ക് ശേഷമൊക്കെ ഒരു 51 തവണ, 51 ഒരു 51 തവണ ഖുൽ ഹുവല്ലാഹു സൂറത്ത് പതിവാക്കുകയും അതിനുശേഷം ഒന്ന് കൈ ഉയർത്തി അള്ളാഹുവിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. സ്നേഹം കിട്ടാനും കൊടുക്കാനും വേണ്ടി, അതിനുള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടി രണ്ടുപേർക്കും ദുആ ചെയ്യുക. അങ്ങനെയാകുമ്പം നമ്മൾ ഉദ്ദേശിച്ച ആളിൽ നിന്നുള്ള സ്നേഹം നമുക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട്, അത് പാരായണം ചെയ്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് തന്നെ
അള്ളാഹു അവരുമായി ബന്ധപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കാനും വാങ്ങാനും കിട്ടാനും അത് അനുഭവിക്കാനുമുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.